ഹായ് ഹലോ അസ്സലാമു അലൈക്കും. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ്. എന്നും ഇതുപോലെയൊന്നുമല്ല, എന്നാൽ ചില ദിവസങ്ങളൊക്കെ ഇതുപോലൊക്കെ തന്നെയാണ്. കുറച്ച് തിരക്കുള്ള ദിവസമാണ് ഇന്ന്. അതെന്തൊക്കെയാണെന്ന് പിന്നീട് പറഞ്ഞുതരാം. അപ്പോൾ രാവിലെ എണീറ്റ് 5:30 മണിക്ക് എണീറ്റ് ബ്രഷൊക്കെ ചെയ്ത് ഫേസൊക്കെ വാഷാക്കി സെറ്റായിട്ട് നിന്ന് കുളിക്കാനായിട്ട് ഭയങ്കര മടിയാണ്. പിന്നെ കുളിക്കുമ്പോൾ തണുത്ത വെള്ളത്തിൽ കുടിക്കാൻ അതിനേക്കാൾ മടിയാണ്. അപ്പോൾ ചൂടുവെള്ളത്തിലാണ് ഇന്ന് കുളിച്ചത്. പിന്നെ കുളിച്ചിട്ട് നിസ്കരിച്ചായിരുന്നു. സുബഹി നിസ്കരിച്ച് കഴിഞ്ഞിട്ട് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചായിരുന്നു. അതെന്നും കുടിക്കുന്നത് തന്നെയാണ്. അത് മസ്റ്റായിട്ട് കുടിച്ചില്ലെങ്കിൽ തല ചുറ്റും എനിക്ക്. അത് കഴിഞ്ഞിട്ട് കതക് തുറന്നപ്പോൾ തന്നെ കുഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നേ. അവൾക്ക് കുറച്ച് പാല് കൊടുത്ത് അതെല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് ചായ ഉണ്ടാക്കി ഞാൻ ഇക്കായും കുടിച്ചേ. മക്കൾക്ക് അങ്ങനെ ചായയൊന്നും ഇട്ട് കൊടുക്കാറില്ല. വൈകുന്നേരം ചിലപ്പോൾ കൊടുത്താലേ. പിന്നെ അരിയൊക്കെ അടുപ്പിലിട്ടിട്ട് പെട്ടെന്ന് മീൻ കറിയില തിരക്കും കാര്യങ്ങളായേ. പിന്നെ തേങ്ങ അരച്ചിട്ടൊക്കെയാണ് വെക്കണം. അതൊക്കെ അരച്ചൊക്കെ ഒഴിച്ച് എൻ്റെ പിന്നെ ഇതെന്തോന്ന് മുളകാന്ന് നോക്കിയാൽ വലിയ പച്ചമുളക്. അത് 4ഉം 5ഉം കഷ്ണമൊക്കെ ആയിട്ടാണ് ഞാൻ ഇട്ടത്. ഞാൻ ഈ നേരത്തെ ഒന്നും ഇതുപോലത്തെ കണ്ടിട്ടില്ല. മുന്നേയൊക്കെ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ കുറേ കാലം ഇതുപോലത്തെ വലിയ പച്ചമുളക് കണ്ടിട്ട്. പിന്നെ മോരൊക്കെ കാച്ചി ഒഴിച്ചായിരുന്നു. മോര് കാച്ചി. പിന്നെ അവിയലിന് വന്നിട്ട് വേറെ വാഴയ്ക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അതിൻ്റെ കൂടെ ഒരു പച്ച പപ്പായും കൂടി അഡ്ജസ്റ്റ് ചെയ്ത് ഒരു അവിയലുണ്ടാക്കി. മീൻകറി സെറ്റായി. പിന്നെ അപ്പവും കൂടെ ചുട്ടേ. അപ്പത്തിനും പിന്നെ മീൻകറി മതിയല്ലോ. അതെല്ലാം കഴിഞ്ഞ് വീടൊക്കെ നന്നായിട്ട് അടിച്ചെല്ലാം വാരിയിട്ട് മക്കളെയും സ്കൂളിലാക്കിയിട്ട് എനിക്ക് പോസ്റ്റ് ഓഫീസ് വരെ പോകണമായിരുന്നു. അവിടെയും കൂടെ പോയിട്ട് വീട്ടിലോട്ട് വന്നേ. പിന്നെ കാപ്പിയും കുടിച്ചിട്ട് ടപ്പേന്ന് അനിയൻ്റെ കൂടെ ഹോസ്പിറ്റലിലോട്ട് പോയി. ഇതാണ് ഞാൻ തിരക്കെന്ന് പറഞ്ഞതേ. അത് വാപ്പുമ്മ കുറച്ച് ദിവസമായിട്ട് അഡ്മിറ്റാണ്. ഇടയ്ക്ക് പോയി കണ്ടായിരുന്നു, പിന്നെ പോയില്ല. പിന്നെ ഇന്നാണ് പോയി കണ്ടത്. പിന്നെ അവനും വാപ്പുമ്മയും കൂടെ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ എന്നെപ്പറ്റിയൊക്കെ പറഞ്ഞു കൊടുത്ത്. അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ കൊണ്ടുവന്നായിരുന്നേ ഫുഡ്. അപ്പോൾ അത് തന്നെ അവർ കഴിച്ചേ. അപ്പച്ചിയാണെങ്കിൽ പുറത്തോട്ട് പോയിരിക്കുകയായിരുന്നു. എവിടെയെന്നറിയോ, ഈ മറ്റേ പാർട്ടിക്കാരൊക്കെ ഫുഡ് കൊടുക്കുന്നിടത്ത്. അപ്പോൾ അതൊരു പൊതി കിട്ടിയായിരുന്നേ. അത് ഞാൻ പിന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ച്. എന്നിട്ട് ഞാൻ കൊണ്ടുവന്നത് അവരെ കഴിപ്പിച്ച്. പിന്നെ വന്നിട്ട് ഞാൻ വന്ന ഭാഗ്യം കൊണ്ടാണോ എന്നൊന്നും എനിക്കറിയില്ല, അവർക്ക് ഡിസ്ചാർജ് കിട്ടി. ഇത്രയും ദിവസം വെയിറ്റ് ആയിട്ട് കിട്ടാത്തത് ഇന്ന് ഡിസ്ചാർജ് കിട്ടി. പിന്നെ ഞാൻ തന്നെ ഇൻഷുറൻസ് കാര്യത്തിനും അതിൻ്റെ ബാക്കി ഫോർമാലിറ്റീസിനൊക്കെ നടന്ന് സ്റ്റെപ്പൊക്കെ കയറിയപ്പോൾ വിശന്ന്. പിന്നെ ഞാൻ കുറച്ച് ചോറ് കഴിച്ച്. നേരത്തെ മാറ്റി വെച്ചില്ലേ, ആ ചോറൊക്കെ കഴിച്ച് വയറൊക്കെ ഫില്ലായി കുറച്ചേരം ഇരുന്നപ്പോൾ ചായക്കുള്ള സമയമായി. പിന്നെ അവിടുത്തെ ക്യാൻറ്റീനിൽ ചായ വാങ്ങിക്കാൻ പോയായിരുന്നു. അപ്പച്ചി പറഞ്ഞു അടിപൊളി ബജ്ജിയാണ്. ഞാൻ പോയിട്ട് മുളക് ബജ്ജി വാങ്ങിച്ചിട്ട് വന്നു. വാഴയ്ക്ക ബജ്ജി സൂപ്പറായിരുന്നു, പക്ഷെ മുളക് ബജ്ജിയിൽ നല്ല ഉപ്പായിരുന്നു. പിന്നെ ചായയൊക്കെ കുടിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് അതെല്ലാം കഴിഞ്ഞപ്പോൾ ഡിസ്ചാർജിൻ്റെ ഫോർമാലിറ്റിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങിയപ്പോൾ പെരുമഴയായിരുന്നു. മാമയാണ് വിളിക്കാൻ വന്നത് കേട്ടോ. പിന്നെ മാമായും അപ്പച്ചിയും ഞാനും പാപ്പും എല്ലാവരും കൂടെ നല്ല മഴയത്ത് വീട്ടിലോട്ട് പോയേ. പോകുന്ന വഴി തന്നെ മക്കളെ ട്യൂഷനിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നേ. അവിടെ ട്യൂഷൻ ക്ലാസ്സിൽ നിന്ന് തന്നെ ഗാഥയുടെ മീൻസ് ട്യൂഷൻ ടീച്ചറിൻ്റെ ഒരു കുടയും വാങ്ങിച്ചിട്ടാണ് നമ്മൾ എത്തിയത്. ആ ഒരു കുടയിൽ നമ്മൾ മൂന്നിനും കൂടെ തിങ്ങി തിരിഞ്ഞ് എങ്ങനെയൊക്കെയോ വീടെത്തിയപ്പോൾ ഒരു സമയമായി 7 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ദിവസം ഇത്രയൊക്കെ ഉള്ളൂ. എന്നും ഇങ്ങനെയൊന്നും അല്ല, പക്ഷെ ഇന്ന് ഇങ്ങനെയായിരുന്നു. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ടാറ്റ ബൈ ബൈ, സീ യു.